GTA 6-ന്റെ രണ്ടാമത്തെ ട്രെയിലർ ഇറങ്ങിയാലും ഇറങ്ങിയില്ലേലും ഗെയിം ഈ കൊല്ലം ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അപ്പം ഇതൊന്നും മര്യാദയ്ക്ക് ഓടണമെങ്കിൽ ശകലം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ GTA 6 സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്കിത് അത്യാവശ്യം ഒന്ന് കളിച്ചാൽ മതിയെങ്കിൽ തരക്കേടില്ലാത്ത ഒരു സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഞാൻ ഇപ്പം തരാം. CPU ആണെങ്കിൽ, അതും ഗെയിമിങ്ങിനാണെങ്കിൽ AMD ആണ് ബെസ്റ്റ്. സോ AMD Ryzen 5 5600X മാർക്കറ്റ് പ്രൈസ് ഒരു 14K ഒക്കെ ആവും. പിന്നെ ഒരു ഗ്രാഫിക്സ് കാർഡ് എന്തായാലും വേണം. അതിനാണ് മിനിമം RTX 3070 8GB GDDR6 ആണ് അത്യാവശ്യം നമ്മൾ ആവശ്യത്തിന് പറ്റണ അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടുന്നത്. അതിലിപ്പോൾ യൂസ്ഡാണ് നമ്മൾ മേടിക്കണമെങ്കിൽ ഒരു 30K ആവുള്ളൂ, പക്ഷെ പുതിയതിനാണെങ്കിൽ 48K ആവും. പിന്നെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു DDR4-ൻ്റെ 16GB റാം വേണം. അതിനും വേണം ഒരു 3.5K. പിന്നെ മദർ ബോർഡ്, ലിക്വിഡ് കൂളിംഗ്, പവർ സപ്ലൈ, ക്യാബിനറ്റ് എല്ലാം കൂടെ ഒരു 20-25 അകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇനിയുണ്ട് സാധനങ്ങൾ. ഗെയിമിങ് അത്രയും ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ അഡീഷണൽ ഗെയിമിംഗ് പെരിഫറൽസും കൂടെ വേണമല്ലോ. ഇപ്പോൾ കീബോർഡ്, മൗസ്, അത് ഇത് എല്ലാം കൂടെ സംഭവം മൊത്തത്തിൽ എല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കിയാൽ ഒരു 90K'ക്കകത്ത് GTA 6 അത്യാവശ്യം ഗ്രാഫിക്സിലായി കളിക്കാൻ പറ്റുന്ന ഒരു നല്ല സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ നോക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ടോപ്പ് ആൻഡ് 4K ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ, അതും PC ഗെയിമിങ്ങിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-2.5 ലക്ഷം ആവും. അതിനായിട്ടും ഭേദം ഒരു PS5 മേടിച്ചൂടെ, നിങ്ങൾക്ക് അതിനകത്ത് ഇത്രയും പൈസ ഇല്ലാതെ കളിക്കാമല്ലോ. പിന്നെ അതും അതായത് ഈ പറഞ്ഞ 2.5 ലക്ഷത്തിൻ്റെ ആ ഗെയിമിംഗ് എക്സ്പീരിയൻസിൻ്റെ ഡീറ്റെയിൽഡ് സ്പെക്ക് അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ, നമ്മൾ ഉടനെ അത് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ഈ ചെറിയ അറിവുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് നടത്തിയ പ്രൈസ് ബ്രേക്ക് ഡൗൺ ആൻഡ് സ്പെക്ക് റിക്വയർമെൻറ്റ്സ് ആണ് കേട്ടോ. ആൻഡ് ഓൾസോ ഒഫീഷ്യൽ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ഇതുവരെ റോക്ക് സ്റ്റാർ പുറത്തു വിട്ടിട്ടില്ല. അല്ല, പറഞ്ഞതേ ഉള്ളൂ.